ഈ പ്രാർത്ഥന കൂട്ടായ്മ ഒരു വർഷം വരുവാൻ ദൈവം സഹായിച്ചല്ലോ. ദൈവം ധാരാളമായ അനുഗ്രഹങ്ങൾ സമ്മാനിക്കുവാൻ ഇടയാകട്ടെ. പിന്നെ തുടർന്നുള്ള നിമിഷങ്ങൾ കർത്താവദാസന് സംസാരിക്കുന്നതനുസരിച്ച് സംസാരിക്കും. ദൈവത്തിൽ സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കടന്നു വന്ന എല്ലാവർക്കും യേശുക്രിസ്തുനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞങ്ങൾക്കും കുടുംബമായി നിങ്ങളൊപ്പം ഈ ഭവനത്തിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മയിലായിരിക്കാൻ കർത്താവ് നൽകിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. കർത്താവ് ഈ 2024 വർഷം ഒക്ടോബർ മാസം 7-ാം തീയതി സന്ധ്യാസമയം വരെയും കർത്താവ് നമ്മളെ ഉള്ളംകൈയിൽ വഹിച്ച് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. വചനം പറയും പോലെ വീഴാതവണ്ണം നമ്മളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവും ശക്തിയും ബലമുള്ള കർത്താവിൻ്റെ കൃപകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭാ പ്രവർത്തനങ്ങളും നമ്മുടേതായ സ്വയമായ പ്രവർത്തനങ്ങളെല്ലാം ശുശ്രൂഷയിലും അനുഭവിപ്പാൻ കർത്താവ് സഹായിച്ച വൻ കൃപയ്ക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഇന്ന് വരെ ആയുസ്സും ആരോഗ്യം നൽകിയ കർത്താവിൻ്റെ നിത്യ സ്നേഹത്തിനായി കർത്താവിൻ്റെ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന അതേ സ്ഥലം നമ്മുടെ ചുറ്റുപാടുള്ള ദേശത്ത്, നമ്മുടെ അതേ കേരളത്തിലെ ഇന്ത്യയിൽ മാത്രമേ നമ്മൾ അറിയപ്പെടുന്ന മറ്റുള്ള രാജ്യങ്ങളൊക്കെ അതേ വളരെ പ്രയാസത്തിൻ്റെ അനുഭവത്തിൽ കൂടി ജനങ്ങൾ കടന്നു പോകുമ്പോൾ ഇത്രത്തോളം സ്വസ്ഥയും സമാധാനം കർത്താവ് നമുക്ക് നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. എല്ലാവരും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. എല്ലാവർക്കും പ്രത്യേകമായി ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ പറഞ്ഞത് ചേട്ടനും അനിയനാണ്. അവർ ഒറ്റ ഒരു കോമ്പൗണ്ടിലാണ് താമസിക്കുന്ന, 2 വീട്ടിലായിട്ട് താമസിക്കുന്നത്. ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവിൽ അതേ സ്തോത്രം. അതേ കുടുംബമായി കർത്താവിൻ്റെ വിശ്വാസം മാത്രമല്ല കർത്താവിൻ്റെ വേലയിലും ചുമലെടുക്കുവാൻ കർത്താവ് നിങ്ങളോട് കരുണ കാണിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ട്രാക്ട് കൊടുത്ത് ഈ പാപ്പച്ചാൻ്റെ വീട് വരെ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കിയപ്പോൾ ഇവിടെ വാക്യം എഴുതി കണ്ടു. അവിടെ കയറിയപ്പോൾ വിശ്വാസി എന്ന ഷെർലിയാൻഡി പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നതാണ്. വിശ്വാസിയുടെ അടുത്ത് സുവിശേഷം പറയേണ്ട ആവശ്യമില്ല, പക്ഷേ അത് അവിടെ ആവശ്യമാണ്. ദൈവത്തിന് കൽപ്പന ഉണ്ട്. എങ്കിലും കാലം അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ കയറാറില്ല, പരിചയപ്പെടാറില്ല. സ്വോത്രം പറഞ്ഞ് പോകും. അപ്പോൾ ആൻറ്റി നിർബന്ധം പറഞ്ഞ് മണ്ണ് കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കുറച്ച് എന്നാൽ പിന്നെ അത് അവസാനമായിരുന്നു, 1 മണിയോളം ആയിരുന്നു, തിരിച്ച് പോകുമായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ പദ്ധതിയാണ്. ഞങ്ങൾ ഉദ്ദേശിച്ചത് കുറച്ചും കൂടി മുമ്പോട്ട് പോകാൻ വേണ്ടിയായിരുന്നു. കർത്താവ് ഒരു പ്രാർത്ഥനാ കൂട്ടത്തിൽ കർത്താവ് ഇവിടെ കൊണ്ടുവന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ എല്ലാ പ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യുന്ന ഒന്നുകൊണ്ട് കാര്യത്തിൽ വേഗത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ പ്രാർത്ഥന ആയതുകൊണ്ട് ചിലയിടത്ത് വചന സൂക്ഷിക്കാൻ സമയം കൊടുക്കും, ചിലയിടത്ത് ഇല്ല പ്രാർത്ഥിച്ചുകൊണ്ട് പോകും. എനിക്ക് കൂടുതൽ താല്പര്യം അതാണ്. സ്തോത്രം. അല്പസമയം നമുക്ക് മാത്രമേ ഉള്ളതുകൊണ്ട് സമയം ഉണ്ടെങ്കിൽ വചനവും സൂക്ഷിച്ചെല്ലാം കൂടി പ്രാർത്ഥനയെല്ലാം കൂടി ഒന്നിച്ച് ചെയ്യുന്ന നല്ല കാര്യമാണ്. സ്തോത്രമെങ്കിലും പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയെക്കുറിച്ചാണ് ദൈവാത്മാവ് ഓർപ്പിച്ചത്. അത് ഏലിയാവ് അവൻ വീണ്ടും പ്രാർത്ഥിച്ചു. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം നമ്മൾ വായിക്കുന്നത് ഏലിയാവ് വീണ്ടും പ്രാർത്ഥിച്ചു. ഒരിക്കൽ പ്രാർത്ഥിച്ചു, പിന്നെ വചനം പറയുന്നത് അവൻ വീണ്ടും പ്രാർത്ഥിച്ചു. സ്തോത്രം. പക്ഷേ അതിനു മുമ്പേ ഒരു കാര്യം ഓർപ്പിക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞ വചനത്തിൽ സ്തോത്രം മർക്കോസ് ആൻറ്റിമാരില്ലായിരുന്നു. മർക്കോസ് കവിയോട് വെച്ച് പറഞ്ഞത് മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യം, അവൻ സകലവും നന്നായി ചെയ്യുന്നു, കുരുടന്മാരെ അവർ കാണുമാറാക്കുന്നു, ചെകിടന്മാരെ കേൾക്കുമാറാക്കുന്നു. സ്തോത്രം. അങ്ങനെ ഒരു അനുഭവമാണ് കൊച്ചിന് ഇവിടെ കാണുവാൻ സാധിച്ചത്. ആ വചനത്തിൽ നിവൃത്തിയാണ്. സ്തോത്രം. ദൈവാത്മാവ് ഓർപ്പിച്ച് സ്തോത്രം. വേറെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഓരോ അവസരങ്ങൾ, തരുന്ന ഓരോ അനുഭവം അത് ദൈവത്തിൽ നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. കർത്താവ് നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന് 19-ാം വാക്യം, എനിക്ക് പ്രിയമുള്ളവരെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അറിയും ചെയ്യുമോ? സ്തോത്രം. നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല ഇഷ്ടമുള്ള മക്കൾ എല്ലാവർക്കും ചെറിയൊരു വ്യത്യാസമുണ്ട്. 5 മക്കളുണ്ടെങ്കിൽ 5 പേരെ 5 രീതിയിൽ സ്നേഹിക്കുന്നത്. എത്ര വലിയ നല്ല അപ്പനാന്ന് പറഞ്ഞാൽ അമ്മയാണെന്ന് പറഞ്ഞാൽ സ്തോത്രം. 5 പേരെ 5 രീതിയിലാണ് സ്നേഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള മകനെയോ മകളെയോ നമ്മൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. സ്തോത്രം. പക്ഷെ ദൈവം പറയും ഞാൻ കൊടുക്കുന്ന എന്താണ്? എനിക്ക് പ്രിയമുള്ളവരെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കും. വെളിപ്പാട് പുസ്തകം അവസാനത്തെ പുസ്തകം മാത്രമല്ല 7 സഭകളിൽ ഏറ്റവും അവസാനത്തെ സഭയായ ലവോദിക്ക സഭയോട് പറയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് ഞാൻ നിന്നെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. പൂർണ്ണമായ കാരണങ്ങൾ നമുക്കറിയില്ല. സ്തോത്രം. അപ്പോൾ ജനിച്ച് വന്നത് ഈ അവസ്ഥയിൽ അല്ലെങ്കിൽ ദൈവം അതേ ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശം കൊടുത്തു, പാലും തേനും ഒഴുകുന്ന ദേശം. പക്ഷെ അവിടെ വായിക്കാം ലേവ്യ പുസ്തകം ഒരു ഉദാഹരണം ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ്. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം അല്ലെങ്കിൽ 35-ാം വാക്യം വായിക്കാം. രണ്ടിലും ഒരേ
കാര്യമാണ് എങ്കിൽ തന്നെ 35-ാം വാക്യം, ലേവ്യർ 25:35. നിന്റെ സഹോദരൻ ആ ദരിദ്രനായി തീർന്ന് ആ നിന്റെ അടുക്കൽ വെച്ച് ക്ഷയിച്ചു പോയാൽ മതി. സ്തോത്രം. എൻ്റെ ഭാര്യ തന്നെ വായിച്ചുകൊണ്ട് ഭാര്യയ്ക്ക് താങ്ക്സ് പറയേണ്ട ആവശ്യമില്ലെങ്കിലും വായിച്ചുകൊണ്ട് താങ്ക് യു പറയാറുണ്ട് എന്നെ വല്ലപ്പോഴും ഓർമ്മ വരുമ്പോൾ. കർത്താവ് പറയുന്ന പാലും തേനും ഒഴുകുന്ന ദേശം കനാൻ ദേശം. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചു? വചനം പറയാണ്, നിന്റെ ദൈവം പറയാണ്, വേറെ ആരുമല്ല, ദൈവം പറയാണ്, നിന്റെ സഹോദരൻ ഈ ദേശത്ത് അവൻ ദരിദ്രനായി തീർന്നാൽ. അയ്യോ, അങ്ങനെ സംഭവിക്കും. ദൈവം തന്ന ദേശത്ത്, ദൈവം തന്ന അനുഗ്രഹത്തിൽ ദരിദ്രനായി തീരുമോ? ദൈവങ്ങൾ തീരും. എന്തിനു വേണ്ടിയാ? എൻ്റെ സ്നേഹം, ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരാളുടെ സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾ കാരണം എന്താണ്? നിങ്ങൾ ആത്മാവിൽ ദരിദ്രരാകുന്നു. നിങ്ങളുടെ ആത്മാവിൽ എത്ര അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാലും പാപം നിമിത്തം, ആദാന പാപം നിമിത്തം എല്ലാവരും ദരിദ്രരായി തീർന്നു. അപ്പൊ ആ ദാരിദ്ര്യം സ്വതന്ത്രം അല്ലെങ്കിൽ എന്തിനും കർത്താവ് തരുന്ന അത് തമ്മിൽ ഭാരങ്ങൾ ചുമക്കാൻ വേണ്ടിയാ. അവൻ ശയിച്ച് പോകല്ലേ, അവൻ ശയിച്ച് പോകരുത്. അവന് ദാരിദ്ര്യം നിമിത്തം നീ എന്ത് ചെയ്യും? അവന് താങ്ങണം, നീ അവനൊന്ന് ബലപ്പെടുത്തണം, അവന് വേണ്ടി പ്രാർത്ഥിക്കണം, നിന്നാൽ ആവോളം അവന് വേണ്ടി സഹായം ചെയ്യണം. സ്വതന്ത്രം. അത് ആത്മീയ ലോകത്തിൽ വരുമ്പോൾ അത് ആത്മാവിൽ ദരിദ്രരായ നമ്മുടെ ദൈവമക്കൾ എല്ലാ സഭകളിലും എല്ലാ അവസ്ഥയിലുള്ള ദൈവമക്കളുണ്ട്. സാമ്പത്തികമായ ആയിക്കോട്ടെ, ശാരീരികമായ ആയിക്കോട്ടെ, മാനസികമായിക്കോട്ടെ, ഓരോ കഷ്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എന്തിനു വേണ്ടിയാ? ദൈവത്തിന് ആ സ്നേഹം വെളിപ്പെടുത്താൻ വേണ്ടിയാ. സ്തോത്രം. കർത്താവ് താൻ തന്നെ പറഞ്ഞു, ഇന്നലെ ചോദിച്ച ചോദ്യം പറഞ്ഞ കാര്യമായിരുന്നു, കുരുടന്മാർ എങ്ങനെ വന്നു? ദൈവം അറിയാതെയാണോ? അല്ല, ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ കുരുടനായി ജനിച്ചത്. അവൻ സൗഖ്യം പ്രാപിക്കുന്ന അത് നന്മയ്ക്കായി തീർന്നു, അതല്ല വിഷയം. അവൻ സകലവും നന്നായി ചെയ്യുന്നു. പഴയ നിയമത്തെ വെച്ച് പറയുകയാണെങ്കിൽ അത് സഭാപ്രസംഗിൽ നമ്മൾ പറയാം 3:11 വാക്യാണ്. അവിടെ പറയാൻ യഹോവയാം ദൈവം അവൻ സകലവും അതതിൻ്റെ സമയത്ത് നന്നായി ചെയ്യുന്നു. അതിനോട് ചേർന്ന് യേശുവിനെ കുറിച്ച് പറയുന്നത് അവൻ സകലവും നന്നായി ചെയ്യുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു അനുഭവം, ഈ അനുഭവം വെച്ച് വേറെ ഒന്നുകൊണ്ടില്ല, സൗഖ്യമാക്കുന്ന കർത്താവിനായി സ്തോത്രം കർത്താവ് ചെയ്തു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, സഭയ്ക്ക്, ദേശക്കാർക്ക് നിന്നെയാണ്. നിങ്ങൾ ദൈവത്തെ സേവിച്ചിട്ട് സൗഖ്യമാക്കുന്ന ദൈവം എവിടെ? ഇതാ എല്ലാവരും പ്രശ്നം. സൗഖ്യമാക്കുന്ന ദൈവം എവിടെയാ? 115:3 പറയുന്നു, ഞങ്ങളുടെ ദൈവം സ്വർഗത്തിലുണ്ട്. ഇന്നത്തെ കാലത്ത് ദൈവസഭകൾക്ക് പറ്റിയ പരാജയം, ഇന്നത്തെ കാലത്തല്ല, ഒരു 50 വർഷം മുമ്പേ. അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടിപ്പോകുന്നു, ഓടി നിൽക്കുക. മനുഷ്യന് മുമ്പാകെ, ജാതികൾ മുമ്പാകെ, അവരുടെ കുടുംബക്കാരുടെ മുമ്പാകെ, അവരെ വിട്ട പള്ളിക്കാരുടെ മുമ്പാകെ അവരുടെ സാക്ഷ്യം പറയാൻ പറ്റാത്ത ഒരു അനുഭവം. അവർ ചോദിക്കുന്നത്, നിങ്ങൾക്കിപ്പോൾ രോഗമുണ്ടല്ലോ, സൗഖ്യദായകൻ. യെസ്, സൗഖ്യദായകൻ എന്നെ ഒരിക്കൽ സൗഖ്യമാക്കിയതാ, ക്യാൻസറിൽ നിന്ന് പിടിപ്പിച്ചതാ. പക്ഷെ ഇപ്പോൾ ഞാൻ വിശ്വാസം വന്നപ്പോൾ, ഞാനൊരു വിശ്വാസിയായി തീർന്നപ്പോൾ, ദൈവം മകനായപ്പോൾ എന്നെ ശിക്ഷിക്കുന്ന ദൈവം അപ്പനുണ്ട്. ഞാൻ എൻ്റെ ആ സാക്ഷി എൻ്റെ കൂട്ടുകാരോട്, ഹിന്ദുക്കളായ മുസ്ലിങ്ങളായ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അതെന്ത് ദൈവമാണ്? അതെൻ്റെ അപ്പനാണ്. ഞാൻ പറഞ്ഞ അപ്പനാണ്. അങ്ങനെ ഒരു അപ്പനില്ലേ? സ്വതന്ത്രം. ആ ഒരു അപ്പൻ്റെ വേദനയാണ് വെളിപ്പെടുത്തുന്നത് ചിലരിൽ. എനിക്ക് കുഷ്ഠരോഗം പോലത്തെ, ഞാൻ ഇങ്ങനെ പറഞ്ഞത്, കുഷ്ഠരോഗം പോലെ എൻ്റെ അപ്പനെ വിളിച്ചുകൊണ്ട് കുഷ്ഠരോഗിയാണ് വർഷങ്ങളുണ്ട്, അടിപ്പം മരിച്ചുപോയി. ഓരോ അനുഭവം, ഈ കുഞ്ഞിൻ്റെ അനുഭവം കണ്ട് ദൈവസഭ മനസ്സറിയാൻ വേണ്ടിയാ. സ്വതന്ത്രം. കുറ്റം പറയാൻ വേണ്ടിയല്ല, വിധിക്കാൻ വേണ്ടിയല്ല. സ്വതന്ത്രം. നമ്മൾ ഓരോ ഞങ്ങൾക്ക് മക്കൾ 21 വർഷമായി. ഇന്ന് ഒരു അച്ചായൻ വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ നിങ്ങൾക്ക് മക്കളില്ലല്ലേ? സ്വതന്ത്രം. ഞാൻ അന്ന് സാക്ഷ്യം കേട്ടായിരുന്നു. അപ്പോൾ മക്കളില്ല, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നാളെ ബുധനാഴ്ച ഒരു പ്രാർത്ഥനയുണ്ട്, നല്ലൊരു വലിയ പ്രവാചകൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ഭാവിയെക്കുറിച്ചും നിങ്ങളുടെ മക്കളില്ലാത്ത കാര്യത്തെക്കുറിച്ചൊക്കെ പുള്ളി പറയും. ഞാൻ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ ആൾക്കാർ അധികം മിണ്ടാറില്ല, ഒന്നും പറയാറില്ല. കാരണം മനസ്സിലത് കയറിയില്ല. മക്കളുണ്ടെങ്കിലേ സ്വർഗത്തിൽ പോകുന്ന ദൈവം പഴയ നിയമത്തിനും പറഞ്ഞില്ല, പുതിയ നിയമത്തിൽ. എൻ്റെ വിഷയം ഇന്നലെ അവിടെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങളുടെ ആത്മാവ് അവിടെ എത്തണം, ഞങ്ങളെ ഏൽപ്പിച്ചൊരു ശുശ്രൂഷയുണ്ട്, അത് തികക്കണം. ഇതൊന്നും ഇല്ലാതെ മക്കളുണ്ടാക്കി 10-100 മക്കളുണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? പാസ്റ്റർ വേണം, കർത്താവ് തന്നാൽ ഓക്കെ. 21 വർഷമായിട്ട് ഇവർ ചെറിയ മക്കളാണ്, ഇവർ പുറകോട്ടാ. 30 വർഷമായിട്ട് മക്കളില്ലാത്തൊരു പാസ്റ്റർ ആൻറ്റി, ചെറുക്കോളി പാസ്റ്റർ ആൻറ്റിയും പരിചയപ്പെട്ടു. ഏജിലോ പാസ്റ്റർ നമ്മുടെ സ്ഥലത്തെ പേര് പറഞ്ഞ് നമ്മുടെ ഇങ്ങോട്ട് പോകുന്ന വഴിക്കാണ്, പത്തനംതിട്ടയ്ക്ക് പോകുന്ന വഴിക്ക് 24 വർഷമായി, 23 വർഷമായി. വേറൊന്ന് ഇവിടെ തെക്കേമല ഷാരോണിലെ പാസ്റ്റർ 28 വർഷമായി. എനിക്ക് 21 വർഷമായി. രോഗമുണ്ട്, മക്കളും ഇല്ല. സ്വതന്ത്രം. എൻ്റെ ഭാര്യയ്ക്ക് യൂട്രസും ഇല്ല. സ്വതന്ത്രം. ഒന്നുമില്ല, വീടില്ല. വീടുണ്ടായിരുന്നു കേട്ടോ, വീട് വിറ്റതാ, കർത്താവ് നാമത്തിന് വേണ്ടി വിറ്റതാ, മനഃപൂർവ്വമായി വിറ്റതാ. സ്വതന്ത്രം. കഷ്ടം വന്നിട്ടോ അല്ലെങ്കിൽ കടം വന്നിട്ടോ ചെയ്തല്ല. എൻ്റെ അപ്പൻ ഉണ്ടാക്കിയ പട്ടാളക്കാരനായിരുന്നു, അപ്പൻ സുവിശേഷ വേണമെങ്കിൽ സമർപ്പിച്ചപ്പോൾ അപ്പൻ്റെ ഒന്നും വേണ്ടാന്ന് അത് 18-ാം വയസ്സിൽ പറഞ്ഞ ആളാണ്. അത് സംഭവിച്ചത് എൻ്റെ 52-ാം വയസ്സിൽ പറ്റിയുള്ളൂ. സ്വതന്ത്രം. അവർ മരിച്ചു, എല്ലാം കഴിഞ്ഞപ്പോൾ 9 വർഷം കഴിഞ്ഞപ്പോൾ അത് വിൽക്കാൻ സാധിച്ചത്.
അത് പകുതിയും ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്തു. ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. ഒരു കുഴപ്പമില്ല. കാരണം എന്താണ്, ഞാൻ പലയിടത്തും പോയി പറഞ്ഞിട്ടുണ്ട്, അതേ നിങ്ങൾ വാടകയ്ക്കാണെങ്കിൽ കൂര ഉണ്ടല്ലോ, മഴയും വെയിലും കൊള്ളാതെ കൂര ഉണ്ടെങ്കിൽ ഈ കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. സ്വത്രം. അപ്പോൾ പ്രസംഗിക്കുമ്പോഴെല്ലാം എൻ്റെ ഉള്ളിൽ കുത്തുണ്ട്, നീ വീട്ടിൽ താമസിച്ചിട്ടാണല്ലോ നീ പ്രസംഗിക്കുന്നത്. പക്ഷെ അത് സത്യമായ കാര്യമാണ്. ദൈവമക്കളെ ബലപ്പെടുത്താൻ വേണ്ടിയാണ്. സ്വത്രം. വീടില്ലാന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകാതിരിക്കില്ല. വീടില്ലെങ്കിലും കൂരയുണ്ടല്ലോ, മഴയും വെയിൽ കൊള്ളാതെ. സ്വതം. ഞാൻ കർത്താവെ ഞാൻ സമർപ്പിച്ച 18-ാം വയസ്സിൽ അങ്ങേക്ക് അറിയാം, ഞാനും എൻ്റെ അനിയൻ പറഞ്ഞാൽ അപ്പൻ്റെ ഒന്നും വേണ്ടാന്ന്. അനിയൻ നേരത്തെ സ്ഥലം വിട്ടു. സ്വതം. കൃപയാണ്. പക്ഷേ എനിക്ക് 52-ാം വയസ്സിൽ അത് ആ കെട്ടിൽ നിന്ന്, ഞാൻ പറയും കെട്ട്, ആ ബന്ധനത്തിൽ നിന്ന് ഞാൻ ഒഴിവായി. ഇപ്പോൾ സ്വതന്ത്രമായി. അതുകൊണ്ട് ഇന്ന് ധൈര്യത്തോടെ പറയാം, വാടകയ്ക്കാണെങ്കിൽ ഒരു വീടുണ്ടല്ലോ. സ്വതം. ദൈവത്തെ മഹത്വപ്പെടുത്തണം. വീട് കെട്ടുന്നല്ല വിഷയം, ആ വീട്ടിൽ പ്രാർത്ഥന വയ്ക്കാൻ പറ്റുന്നുണ്ടോ? ഇന്ന് എല്ലാ സഭകളും ലേലം വിളിയാണ്. എല്ലായിടത്തും ലേലം വിളിയാണ്. വീട് കർത്താവ് തന്നു, പക്ഷേ എവിടെ പ്രാർത്ഥന പറ്റുന്നത്? പ്രൈസ് ദി ലോർഡ്. ഓക്കെ. ദൈവാത്മാവ് ഓർപ്പിക്കുന്ന അല്ലെ, അത് ആ കനാൻ, അനുഗ്രഹിക്കപ്പെട്ട കനാൻ ദേശത്ത് നിങ്ങൾ ദരിദ്രരായി തീരും. മാത്രമല്ല ഒരു അതിനോട് ചേർന്ന് അതേ മോശയുടെ കാര്യം നമ്മൾ പറയാം. പ്രാർത്ഥനയെക്കുറിച്ച് മോശ പ്രാർത്ഥിച്ചു. മോശയ്ക്ക് എന്താ, മോശ വിചാരിച്ചു ഈ യുദ്ധമൊക്കെ ചിലപ്പോൾ നേരത്തെ പുള്ളി യുദ്ധം കണ്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ കൊണ്ട് തീരും. പക്ഷേ എന്നാൽ ഡിഫൻസ് കാര്യം പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഡിഫൻസിൽ ഉണ്ടായിരുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്നലെ സഭയിൽ പറഞ്ഞ കാര്യം, എൻ്റെ ഡാഡി പട്ടാളത്തിലായിരുന്നു, പക്ഷേ ഡാഡി ആ കാര്യങ്ങളും പറഞ്ഞു തന്നില്ല. കാരണം പറയാൻ പാടില്ലാത്തതുകൊണ്ട്. കാരണം വെടിവെക്കുന്ന എങ്ങനെയാണെന്ന് അവർക്കറിയാം, ട്രെയിനിങ് ഉണ്ട്. പക്ഷേ സ്വതം ആ വെടിവെക്കുന്ന കാര്യത്തിൽ ഞാൻ എൻ്റെ ഭാര്യയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ അപ്പനെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ ചിന്തിച്ചാൽ ഈ വെടി തിരിച്ച് എന്നെ അടിക്കും, അല്ലേ? ഞാൻ മരിക്കും. ഇതുതന്നെയാണ് പൗലോസ് പറഞ്ഞത്. നിങ്ങൾ ഭടന്മാരാണെങ്കിൽ എന്ത് ചിന്ത, ഉപജീവന ചിന്തകൾ അല്ലെങ്കിൽ ജീവന കാര്യങ്ങൾ അവൻ ആരും ഇടപെടാറില്ല. മക്കളെ കുറിച്ചുള്ള ഭാരം അവരെ തള്ളിക്കളഞ്ഞില്ല, അവർക്ക് ട്രെയിനിങ് കൊടുത്തു. നമ്മുടെ ട്രെയിനിങ് എങ്ങനെയാ? സഭയിൽ വരുമ്പോൾ ട്രെയിനിങ് ലഭിക്കും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ഉപവസിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ എനിക്ക് ആ ട്രെയിനിങ് ദൈവം നേരിട്ട് എനിക്ക് തരിക. സ്വതന്ത്രം. ഏത് ട്രെയിനിങ്? എൻ്റെ ഈ ചിന്തകളെ അതിജീവിക്കുവാൻ, എൻ്റെ ഈ ഭാരങ്ങളെ അതിജീവിക്കുവാൻ. വചനം പറയുന്ന പോലെ കർത്താവിനെ കുറിച്ച് പറയുന്ന, അവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി മലയിൽ കയറിപ്പോയി രാത്രി മുഴുവൻ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടല്ലോ സ്വതന്ത്രം. പ്രാർത്ഥനയിൽ രാത്രി മുഴുവനും പ്രാർത്ഥിച്ച് കർത്താവ് അറിയില്ല. നമ്മളൊക്കെ ഓൺലൈൻ പ്രേയർ ഞങ്ങൾ ഒത്തിരി നടത്തിയിട്ടുണ്ട്. അച്ഛന്മാരുടെ പേരിൽ ഒത്തിരി നടത്തിയിട്ടുണ്ട്. പലയിടത്തും പോയി യാത്ര ചെയ്ത് നടത്തിയിട്ടുണ്ട്. പാസ്റ്റർ സ്വതന്ത്രം 8 മണി, രാത്രി 8 മണി മുതൽ വെളുപ്പിനെ 5-5:30 വരെ സ്വതന്ത്രം പ്രാർത്ഥിക്കും. ക്ഷീണം ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കും. സ്വതന്ത്രം. അയൽവാസികൾക്ക് പ്രയാസം ഇല്ലാതെ കർത്താവ് അങ്ങനെ മേഘത്തിൽ ഞങ്ങളെ മറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അത് കർത്താവിനെ കുറിച്ച് അത് പറയാം. കർത്താവ് പത്രോസിനോട് വേദനയോട് ചോദിച്ചത്, നിനക്ക് എന്നോടൊപ്പം ഒരു നാഴികയെങ്കിലും ഇരിക്കാൻ പറ്റിയില്ല. ഇന്ന് മണിക്കൂറോളം രാത്രി ഫുൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മക്കൾ, അത് എവിടെ അമേരിക്കയിലും അവിടെയും ഇവിടെയും ഇവിടെ ഇന്ത്യയിലും എല്ലാം ഉണ്ട്, കേരളത്തിലുണ്ട്. അവർ രാത്രി മുഴുവൻ ഇന്ന് ലാപ്ടോപ്പിന് മുമ്പിൽ ഇരിക്കുക. പക്ഷെ ഒരു മണിക്കൂർ, അരമണിക്കൂർ പോലും ദൈവത്തിന് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും വിമിഷ്ടം, ഭാരം, പ്രയാസം, ഉറക്കം തൂക്കൽ. പക്ഷേ ഈ ജോലി ചെയ്യുമ്പോൾ അവർക്കൊരു പ്രശ്നം ഇല്ല. സ്വതന്ത്രം. വീണ്ടും ഒരു പ്രാർത്ഥനയെക്കുറിച്ച് പൗലോസിനെ കുറിച്ച് പറയുന്ന, അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് പറയാണ്, ഒരു ശൗല്യം നീ കാണും, അവൻ പ്രാർത്ഥിക്കുന്നു. സ്വതന്ത്രം. വീണ്ടും ഹല്ലേലൂയ. അതേ കുറച്ചും കൂടി കഴിയുമ്പോൾ പറയാണ്, അതേ ഈ ഏലിയാവിനെ കുറിച്ച് പറഞ്ഞാൽ, അവൻ വീണ്ടും പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടി? ദൈവം അവനോട് പറഞ്ഞു, അതേ മഴ പെയ്യരുത്, മഴ പെയ്യില്ല, ഞാൻ മഴ തരില്ല എന്ന് പറഞ്ഞ ദൈവം അത് ആലോചന കൊടുത്തു. ആലോചന കൊടുക്കാൻ എളുപ്പമാണ്. യഥാർത്ഥ പ്രവാചകൻ ഈ പറയുന്ന കഷ്ടത്തിൽ അവനും അത് അനുഭവിച്ചു, അല്ലേ? ഏലിയാവ് 3 വർഷം മഴ പെയ്യില്ല, മഞ്ഞും മഴയും പെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ആ അനുഭവം താനും അനുഭവിച്ചു. പക്ഷെ ദൈവം അത് അനുഭവിച്ചപ്പോൾ, പക്ഷെ എൻ്റെ ദാസനാണ് അവൻ അനുസരിച്ചുകൊണ്ട് അവന് വേണ്ടി വഴി തുറന്നു. സ്തോത്രം. അപ്പോൾ പ്രവചനം പറയുമ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾ അത് സഭയോട്, ദേശത്തോട് ആയിക്കോട്ടെ, അതേ വ്യക്തിപരമായ ഞാൻ അല്ല ഉദ്ദേശം പറയുന്നത്. കാരണം വ്യക്തിപരമായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ കുറവാണ്. പക്ഷേ സഭയോട് പറയുമ്പോൾ ചിലപ്പോൾ കർത്താവ് ഒരു അനർത്ഥം കൊണ്ടുവരാൻ പോകുമെന്ന് പറയുമ്പോൾ ആ അനർത്ഥത്തിൽ ചിലപ്പോൾ ഞാനും പെടും. സ്തോത്രം. അത് ഞാൻ അനുഭവിക്കും, ഞാനും കരയേണ്ടി വരും. അവിടെ എനിക്ക് വേണ്ടി കർത്താവ് ഒരു വഴി തുറക്കും. അവൻ വീണ്ടും പ്രാർത്ഥിച്ചു. മടുപ്പ് വന്നില്ല. 3.5 വർഷം കഴിഞ്ഞ് ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ദൈവം എല്ലാം ചെയ്യുമോ? ഒരു സംശയം വന്നില്ല. ദൈവം ഉറപ്പിച്ചു. സ്തോത്രം. ദൈവമക്കൾ, അതുകൊണ്ട് ദൈവാത്മാവ് ഓർപ്പിച്ചത് പ്രാർത്ഥനയിൽ. പൗലോസ് പറയുന്നത് അതേ ഒന്നും കൂടി നമ്മൾ എപ്പഫ്രാസിനെ കുറിച്ച് പറയുന്നത്, അവൻ പ്രാർത്ഥനയെ പോരാടുന്നു, ആത്മാവിൽ പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടിയോണ്ട് പ്രാർത്ഥിക്കാൻ അറിവില്ല എന്ന്
പറയുന്നു. നിങ്ങളെന്നെക്കാട്ടും ഞാൻ ഇന്നലെ പറഞ്ഞാൽ എന്നെക്കാട്ടും പ്രായമുള്ളവരാണ്, നല്ല പരിചയമുള്ള, പക്ഷേ എങ്കിലും അതേ പ്രാർത്ഥന പൗലോസ് പറയണം, അതെ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ ദിവസങ്ങളൊക്കെ പലയിടത്തും പോകുമ്പോൾ സഭകൾ പറയുന്ന കാര്യം, അന്യഭാഷ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അറിയാതെ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? അതേ ബ്രസീലിലുള്ള ഒരു കുടുംബത്തിന് വേണ്ടി, ബ്രസീലിലുള്ള ഒരു പാസ്റ്ററിന് വേണ്ടി, അതേ ചിലിയിലുള്ള ഒരു അമ്മാമ ഒരു ആൻറ്റിക്ക് വേണ്ടി, നാം അറിയാത്ത ഒരു ആൻറ്റിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. മറിച്ച് അവരും അവിടെ അന്യഭാഷയിൽ അവർ ആരാധിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ അല്ലെങ്കിൽ ദൈവാത്മാവ് അവരെ കൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അന്നതൊരു പാസ്റ്ററിന് വേണ്ടി അവർക്ക് അറിയില്ല, പക്ഷെ ദൈവാത്മാവ് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മളൊക്കെ നിൽക്കുന്നത്. നമ്മുടെ സഭ മാത്രമല്ല, അതുകൊണ്ട് അന്യഭാഷ തന്നത്. നാം ഇപ്പോൾ ഇവിടെ പാസ്റ്റർ മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് എന്നിട്ടും ചില കൺഫ്യൂഷൻ ഉണ്ടായി. ഞാനും ഇടയ്ക്ക് ആ സഹോദരനാണ് എൻ്റെ ഭാര്യ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കേട്ടത് സഹോദരിയാണ്, പക്ഷേ സഹോദരൻ ഭാഷ കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചു സ്വത്രം. അപ്പോൾ മലയാളമായിട്ട് നമുക്ക് കൺഫ്യൂഷനാണ്. അപ്പോൾ അവിടുത്തെ ഭാഷ ഇല്ലെങ്കിലോ മലയാളം നമുക്ക് മനസ്സിലായോ? എൻ്റെ ഭാഷ വ്യത്യാസമുണ്ട്, നമ്മൾ മലയാളിയായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ആലുവ ഭാഷയാണ്, എല്ലാം കൂടി മിക്സാണ്, കുറച്ച് ഹിന്ദി ഉണ്ട്, എല്ലാം കൂടി മിക്സ് കൂട്ടുകുഴച്ചതാണ്. സ്തോത്രം. അപ്പൊ ആത്മാവിൽ നമുക്ക് തന്ന സൗഭാഗ്യമാണ് ദൈവത്തിൻ്റെ ഭാഷയിൽ, സ്വർഗീയ ഭാഷയിൽ. അന്യഭാഷ രണ്ടുമുണ്ട്. ആസാമി നമുക്കറിയില്ല, നമ്മൾ ആസാമി പറഞ്ഞാൽ ഇവിടെ ആസാമിക്കാരന് മനസ്സിലാവും, പക്ഷെ രണ്ടാമതിന് സ്വർഗീയ ഭാഷ അത് പറയാനുള്ള സൗഭാഗ്യം ലഭിച്ചല്ലോ കർത്താവേ. ഈ നാക്കുകൊണ്ട് പറയുന്ന സ്തോത്രം എന്തൊക്കെ നമ്മൾ പറയുന്നു, പക്ഷെ ആ നാവിന്മേൽ തന്നെ ദൈവം സമയത്ത് ശുദ്ധീകരിച്ച് നമുക്ക് തരുന്ന ഒരു ഭാഷയാണ് അന്യഭാഷ. അതോർത്ത് സ്വാതന്ത്ര്യം ചെയ്ത് അവൻ മനുഷ്യനോടല്ല ദൈവത്തോട് സംസാരിക്കുന്നു. കർത്താവ് ഈ വചനം കൊണ്ട് നമ്മളെല്ലാവരെയും ഈ ഭവനത്തെയും ധാരാളം അനുഗ്രഹിക്കട്ടെ, മിനിസ്ട്രി കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്താ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ പറയുന്നു, നിങ്ങളോടൊപ്പം ചെറുപ്പക്കാർ, പ്രായമുള്ളവരല്ല സ്വതം, അവർ വന്നോട്ടെ, പക്ഷേ ഇനി മുതൽ സ്വതം എൻ്റെ പ്രാർത്ഥന, താല്പര്യം, ആഗ്രഹം ദൈവസന്നിധിയിലെ പ്രാർത്ഥനയാണ് കർത്താവ്. ഇനി കേൾക്കുമ്പോൾ സ്വതം കാണുമ്പോൾ ചെറുപ്പക്കാർ നിങ്ങളോടൊപ്പം, തല നനയ്ക്കാത്തവർ സ്വതം, വെള്ളം കൊണ്ട് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് മുടി വെള്ളം ആയിക്കോട്ടെ, പക്ഷെ പ്രായം കൊണ്ട് ഒരു 50 വയസ്സ് താഴെ 20-40 ഇടയ്ക്കുള്ള യൗവനക്കാരെ കൊണ്ട് കർത്താവ് ഈ മിനിസ്ട്രിയെ സഹായിക്കുക, അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് അവർ കർത്താവിനോട് ഓടുന്നതായി തീരുവാൻ, അതിനുവേണ്ടി നിങ്ങളെ അത് കർത്താവ് ഈ ദിവസം ശക്തിയോടെ പ്രാർത്ഥനയിൽ ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വതം നന്ദി പറയുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.